ഈ പാചകവാതകത്തിന്റെ ക്ഷാമം എത്രത്തോളം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്, ഇല്ലേ? ഒരു തവണ ബുക്ക് ചെയ്താൽ ഒരാഴ്ച കഴിയണം. ബുക്ക് ചെയ്ത് ഒരാഴ്ചത്തേക്ക് പിന്നെ പാചകവാതകമില്ല. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. 25 ദിവസം, ഒരാഴ്ച പോയിട്ട് പിന്നെ 15ആയി, പിന്നെ 20ആയി, 25ആയി. ഏതായാലും അങ്ങനെ കുറച്ച് വർദ്ധിപ്പിച്ചു വന്നു. പല സ്ഥലങ്ങളിലും പല വിധത്തിലാണ്. ചില ആളുകൾക്ക് സ്വാധീനമുണ്ടെങ്കിൽ കുറച്ച് വേഗത്തിൽ കിട്ടും. സ്വാധീനമൊന്നുമില്ലാത്ത പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാസവും കഴിഞ്ഞൊന്ന് വരും, പോയിട്ട് വാന്ന് പറയും. അപ്പോഴത്തേക്ക് ഇവിടെ വിറകുണ്ടോ? ഉണ്ടോ? നമുക്കിപ്പോ കത്തിക്കാൻ വിറകുണ്ടോ? അടുപ്പുണ്ടോ? നമ്മുടെയൊക്കെ എത്ര പാവപ്പെട്ടവരുടെ വീടുകളിലായാലും ഈ അടുപ്പ് എന്ന് പറയുന്ന സംഭവം നമ്മൾ പോയി. കാരണം എന്താ? നമുക്ക് കത്തിക്കാൻ വിറകില്ല. നമ്മുടെ വീടുകളാണ്, നമ്മുടെ എല്ലാം പ്രദേശങ്ങളിൽ അത്യാവശ്യം തെങ്ങോ കവുങ്ങോ ഉണ്ടായിരുന്ന സ്ഥലത്ത് അതെല്ലാം വെട്ടി അതിന്റെ തൊട്ടടുത്ത് കോമ്പൗണ്ടിന്റെ തൊട്ടിപ്പുറത്തൊരു വീടല്ലേ. ഒരു 3 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ആ 3 സെന്റ് സ്ഥലത്ത് വീട്. ഒരു കാലത്ത് ഒരു 3 സെന്റ് സ്ഥലത്തൊരു വീടുണ്ട്, അതിന്റെ അപ്പുറത്തൊരു ഒരു 4-5 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ അത്യാവശ്യം ഓലയോ മട്ടലോ അല്ലെങ്കിൽ അതുപോലെ ചില സാധനങ്ങൾ കത്തിക്കാൻ കിട്ടും. ഇപ്പോഴോ ഒന്നുമില്ല. ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നേരിട്ട ഒരു ദുരന്തമാണ്. ഭക്ഷണം വാങ്ങാൻ കാശ്, അത്യാവശ്യം അരിയും പച്ചക്കറിയും വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാനുള്ള അടുപ്പുമില്ല. ഗ്യാസ് കുറ്റി ഇങ്ങനെ അവിടെ കാഴ്ചക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. എത്രമാത്രം ദുരിതം അനുഭവിച്ചു, ഏതെല്ലാം വിധത്തിൽ നമ്മൾ പിശുക്ക് കാണിച്ചു ഗ്യാസ് ചെലവാകാതിരിക്കാൻ. ചൂടുവെള്ളം കുടിക്കുന്നവർ പച്ചവെള്ളം മാത്രം കുടിക്കുക. പാചകം ചെയ്യുന്നവർ മതി, ഇത്ര വെന്താ മതി, ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അരമണിക്കൂർ വേവുന്നതാണെങ്കിൽ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് 1 മണിക്കൂർ വേവേണ്ടത് ഇപ്പൊ അരമണിക്കൂർ കൊണ്ട്. രോഗം വരാൻ വേണോ? ഭക്ഷണ സാധനം വേവാതെ അത്രയധികം നമ്മൾ കൊണ്ടുപോകണ്ട. 1 മണിക്കൂർ വേവണമെന്നാണ് കണക്ക്. പക്ഷെ ചിക്കൻ വെക്കാൻ വേണ്ടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ മതി, ഗ്യാസ് വെറുതെ കളയണ്ട, ഏകദേശം വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വാങ്ങല്ലേ. ഇതല്ലേ സ്ഥിതി. ഈ രാജ്യത്തിലെ സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും ഇതാണ് അനുഭവമെങ്കിൽ ഈ രാജ്യത്തിലെ പാവപ്പെട്ടവന്റെ സ്ഥിതി എന്തായിരിക്കും? അവർക്ക് വാങ്ങാൻ കഴിയുന്നുണ്ടോ? വാങ്ങിക്കഴിഞ്ഞാൽ ഓർഡർ കൊടുത്താൽ കിട്ടുന്നുണ്ടോ? നരകയാതന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു 40% വരുന്ന ജനസമൂഹം, പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന അതീവ ഗൗരവതരമായ ഒരു ദുര്യോഗമാണ് ഇപ്പോ ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. സ്ത്രീകളെ ഒന്ന് സഹായിക്കാനാ വർദ്ധിപ്പിച്ച വില. ഈ പാചകവാതകം മാത്രമല്ല, ഗ്യാസിന്റെയും പെട്രോളിന്റെയും ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിച്ചാൽ പിന്നെ ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാറ്റിനും വില വർദ്ധിക്കുമല്ലോ, ഇല്ലേ? പച്ചക്കറിക്കല്ല എന്താ ഇപ്പൊ വില? പച്ചക്കറി ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ച് അവർക്കറിയാം അതിന്റെ വിഷമം. വളം വാങ്ങുന്നതിനുള്ള വില, അതിന് വേറെ വില. ഒന്നിനും ഇപ്പൊ യഥാർത്ഥത്തിൽ പണ്ടത്തെ രീതിയിലുള്ള ഒരവസ്ഥയല്ല. അത്യധികം ദുരിതം നമ്മുടെ ജീവിതത്തിൽ നേരിടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാരിനോട്, മോഡി സർക്കാരിനോട് നാഴികയ്ക്ക് 40 വട്ടം സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് നിർമ്മല സീതാരാമൻ ഇപ്പൊ ധനകാര്യ വകുപ്പ് മന്ത്രി സ്ഥാനം ഒഴിഞ്ഞു എന്ന് കേൾക്കുന്നു, വാർത്ത വരുന്നു. മറ്റൊരാൾ ധനകാര്യമന്ത്രിയാവുന്നു. വിദ്യാഭ്യാസത്തിലേക്കാണ് ഇനി നിർമ്മല സീതാരാമന്റെ വരവെന്നാണ് കേൾക്കുന്നത്. വാർത്ത ശരിയാണോ എന്നറിയില്ല. ചില സോഷ്യൽ മീഡിയയിലൊക്കെ യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത്, ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഈ രാജ്യത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ വർദ്ധിപ്പിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും മണ്ണെണ്ണയുടെയും വില കുറക്കുക.